കാത്തുകുട്ടിക്ക് പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ഈ ബുക്ക് കിട്ടിയാൽ അത് നോക്കി പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ രാവിലെ ഓരോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേരിങ്ങനെ എന്നോട് പറഞ്ഞു തരുവാണ് കേട്ടോ. ഇത് ഞാൻ വരച്ച പിക്ചറാണ് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇവള് നോക്കിയിട്ട് ഇത് നന്നായിട്ട് പറഞ്ഞൊക്കെ തരും കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പരിപാടിയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാനുള്ള പ്രിപ്പറേഷനിലിടയിലാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ അവൾ എനിക്ക് പറഞ്ഞു തന്നു. അറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ പറയാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ അവൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരപ്പോഴാണ് അംഗൻവാടിയിൽ നിന്ന് കത്തുക്കുട്ടിക്കുള്ള മുട്ടയും പാലും വന്നത്. ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാഴ്ചയായിട്ട് ഇവർക്ക് ലീവായിരുന്നേ. ചൂടായതുകൊണ്ട് കുട്ടികൾക്ക് ലീവായിരുന്നു. അപ്പം ഓരോ ദിവസത്തെ മെനുവിലെ ഫുഡ് നമുക്ക് വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഇത്. അതിൻ്റെ സന്തോഷത്തെ കണ്ട് ഡാൻസ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു സ്റ്റെപ്പ് മതിയിട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ലായിരുന്നു. അങ്ങനെ കരിക്കൊക്കെ പൊട്ടിച്ച്, കരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടാ. കാത്തുകുട്ടീൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ധാരാളം കരിക്ക് കഴിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം കാത്തുകുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. എവിടെ പോയാലും കരിക്ക് വേണം അമ്മയെന്ന് അവൾ പറയാറുണ്ട്. അപ്പം പറ്റുന്നത് പോലെയൊക്കെ മേടിച്ച് അവൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ തേങ്ങ ഇട്ടത് കൊണ്ട് നമുക്ക് കരിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരിക്ക് കഴിച്ചു. അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ. എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കരിക്ക്. ഞാനും വിടൂല കരിക്ക് കിട്ടിയാൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരിക്ക് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഓർത്തേ എന്നാൽ ഉച്ചക്കത്തെ ഫുഡ് ഇതാക്കിയാലോ, എന്താണ് പിടിയാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. കൂടെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ പൊടി വാട്ടി കുഴയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഒക്കെ ചതച്ചെടുത്തു. ഞാൻ പത്തിരിപ്പൊടിയും കൊണ്ടാണ് പിടി ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് അതേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ അതെടുത്ത് കുറച്ചെടുത്തിട്ട് ഞാൻ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ആ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ ഐറ്റംസ് ചതച്ചെടുത്തിട്ട് തിളച്ച നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം പാലിൽ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ നമ്മൾ നമ്മുടെ ചെറിയ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാത്തുകുട്ടിക്കാണ് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അവൾ വിടത്തില്ല. അപ്പം ഞാൻ കുറച്ച് അവൾക്കും കൂടെ കൊടുത്തു ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയമൊക്കെ പിടിച്ച് നമ്മൾ മെല്ലെ ഈ അരി ഇങ്ങനെ ഉരുട്ടി എടുത്തു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു സത്യം പറഞ്ഞാൽ. എന്നിട്ടും ബാക്കി വന്നത് ഞാൻ പിന്നെ മാറ്റി വെച്ച് പിന്നെ എന്തേലും ആക്കാം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമുക്കിപ്പം കഴിക്കാനുള്ളത് മാത്രം ആക്കിയിട്ട് റെഡിയാക്കാൻ പോവുകയാണ്. കാത്തുകുട്ടിക്കാണെങ്കിൽ പിന്നെ കണ്ട വിടൂല. അവൾക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഈ രീതിയിൽ ചെറുതായിട്ട് ബോൾസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ആ ബോൾസൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ ഒരു ചെറിയ തിള വന്നപ്പോഴത്തേനും രണ്ടാം പാല് കുറച്ച് അരിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ രണ്ടാം പാൽ ഒഴിച്ച് കുറച്ചൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ നമ്മുടെ ഒന്നാം പാല് കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഞാൻ ഒഴിച്ചു നന്നായിട്ട് കുറുക്കിയെടുത്തേ. അങ്ങനെ നമ്മുടെ ഇതാ പിടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. കാത്തുകുട്ടിയുടെ സന്തോഷം കണ്ടോ. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുത്തു. കാത്തുകുട്ടിക്ക് ഇഷ്ടമായി. അവളും കുറച്ച് കഴിച്ചു, ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.